അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുഞ്ഞിപ്പത്തിലും അതിൻ്റെ കൂടെ ഒരു ബീഫ് കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് കറി റെഡിയാക്കിയെടുക്കാം. അപ്പം ബീഫ് ഞാനിപ്പം 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചേർക്കുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയൊരു ഇഞ്ചിയും പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത്. ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കൈ ഉപയോഗിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് ഞമണ്ടി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ബീഫ് ഞാനിപ്പം വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കിയെടുക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണ്. പുഴുങ്ങലരി കുതിർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള അരി കൊണ്ടാണ് ഈ ഒരു കുഞ്ഞിപ്പത്തിൽ റെഡിയാക്കിയെടുക്കുന്നത്. ഒരു ഷേപ്പിൽ നമ്മൾ പരത്തിയെടുത്തിട്ട് മൂടിച്ചമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. അരമുറി തേങ്ങ ഇതിലേക്ക് നമുക്കിതാ കുറച്ച് ജീരകം, പെരുംജീരകമാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇതിലേക്കിനി 2-3 അല്ലി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് അരയേണ്ട, ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. ഇതിനി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൽ നമുക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ഇട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി വേവാനായിട്ടുണ്ട്. ഇതും കൂടി റെഡി ആയാൽ നമുക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിലും ബീഫും കൂടെ കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറിയും കുഞ്ഞിപ്പത്തിലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.